മാർക്കോട് ആ ലെവലിലേക്ക് വരും. വയലൻസ് അന്നേരം കാണിക്കുന്നുണ്ട്. ത്രില്ലർ നല്ല ഹോളിവുഡ് ലെവൽ ക്രിസ്ത്യാനോ അഭിനയിച്ചിട്ടുണ്ട്. ഫുൾ ത്രില്ലിംഗ് ആയിരുന്നു. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, നല്ല കഥയുണ്ട്, അത് ത്രില്ലറായിട്ടുണ്ട്. ഇംഗ്ലീഷ് സിനിമേനൊക്കെ വലിയ അത്ര ഉണ്ടോ? അത്രയും നമുക്ക് ആയിട്ടില്ലല്ലോ. അടിപൊളി അടിപൊളി ഒരു ഹോളിവുഡ് ലെവൽ ആ ഒരു മേക്കിംഗ് അടിപൊളിയാണ്. ടോവിനോ സൂപ്പർ. നമ്മുടെ തൃഷ അടിപൊളിയാണ്. എല്ലാവരും ഒന്നിലും മികച്ചതാണ്. എല്ലാവരും അടിപൊളിയാണ്. ത്രില്ലർ തന്നെയാണ്, ഫുൾ ത്രില്ലിംഗ്. സീറ്റഡ് ത്രില്ലറാണ് പടം. ഇത് ഭയങ്കര ടോവിനോയുടെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ടോവിനോ സൂപ്പർ സ്റ്റാർ ലെവലിൽ പോകാൻ സാധ്യതയുണ്ട്. മാർക്കോട് വെല്ലുവിളിയായിരിക്കും. വയലൻസ് ഉണ്ട്, ഒരു ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട്, ത്രില്ലറാണ്. പിന്നെ അർജുന കപി നല്ല തിരിച്ചു പറഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനോ അഭിനയിച്ചിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ എഡിറ്റിംഗ് എല്ലാം ഉയർന്നാണ്. ഭയങ്കര ഹിറ്റ് മൂവിയായി. മാർക്കോട് ആ ലെവലിലേക്ക് വരും. വയലൻസ് അന്നേരം കാണിക്കുന്നുണ്ട്, ആക്ഷൻ ഉണ്ട്. ടോവിനോയുടെ സ്റ്റാർട്ട് പോയി വരുന്നുണ്ട്. ടോവിനോ സൂപ്പർ സ്റ്റാർ ലെവലിൽ പോകാൻ സാധ്യതയുണ്ട്. അർച്ചനകൾ നല്ല ശക്തമായ തിരിച്ചുവരവാണ്. തൃശ്ശാന ചെയ്തിട്ടുണ്ട്. വളരെ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്, ത്രില്ലറാണ്, വളരെ ഇന്റലിജന്റ് മൂവിയാണ്. എന്തായാലും ടോവിനോ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് പോവാം. മാർക്ക് പോലൊരു ഫിലിം തന്നെയാണ്. ഇതെല്ലാം നന്നെ കളി 10-20 കോടി. മാർക്കോട് അതേ ലെവലിലേക്ക് വരുന്നു. ഐഡന്റിറ്റി പടം അത് ഒരു ത്രില്ലർ പടമാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടു. ടോവിനോയുടെ ഒക്കെ പെർഫോമൻസ് നല്ല കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആകുമ്പോ ഒരു പ്ലെയിനിലേക്കുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ത്രില്ലർ നല്ല ഹോളിവുഡ് ലെവൽ